ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ പ്രതിഷേധം തുടർന്ന വിശ്വാസികൾ പള്ളി ഏറ്റെടുത്ത ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാനുള്ള കോടതി വിധിയിൽ നടപടിയുണ്ടാകാൻ സാധ്യത. ഇതിനു പിന്നാലെ പ്രാർത്ഥനയ്ക്കായി എത്തിയ വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ഥലത്തെത്തിയ പെരുമ്പാവൂർ ASP മോഹിത് റാവത്ത് വിശ്വാസികളുമായി ചർച്ച നടത്തുകയാണ്. വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? വിശ്വാസികൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ടോ? എന്താണ് പള്ളിയിലെ ഒരു സാഹചര്യം? എങ്ങനെയാണ്? ഇപ്പോൾ എറണാകുളം മുഴുവന്നൂർ പള്ളിയിൽ വിശ്വാസികളും പോലീസും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ വിശ്വാസികൾ, യാക്കോബായ വിശ്വാസികൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസും ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ പോലീസും വിശ്വാസികളും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. എന്നാൽ വിശ്വാസികൾ പോലീസിനെ അകത്ത് കയറാൻ അനുവദിച്ചിട്ടില്ല. തുടർന്നാണ് പോലീസ് സംഘം എത്തി ഇപ്പോൾ ഗേറ്റ് തുറക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. എന്തായാലും വിശ്വാസികളുമായി ഇപ്പോൾ പോലീസ് സംസാരിക്കുന്നുണ്ട്. സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. പ്രധാനമായും 25-നകം ഈ മാസം 25-നകം യാക്കോബായ പള്ളികൾ പിടിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് കോടതി കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വിധി നടപ്പിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത്തരത്തിൽ പോലീസ് പള്ളിയിലേക്ക് എത്തിയെങ്കിലും വിശ്വാസികളുടെ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം കാരണം മടങ്ങിപ്പോവുകയായിരുന്നു. കാരണം വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടാണ് പോലീസ് ഇതിൽ നിന്നും പിന്മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 25-നകം ഈ ബാക്കിയുള്ള 6 പള്ളികൾ നിലവിൽ ഏറ്റെടുക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം തുടരുന്നത്. എന്തായാലും പള്ളിക്കകത്തേക്ക് കയറാൻ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും പള്ളി തങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നുള്ള നിലപാടിൽ തന്നെയാണ് യാക്കോബായ സഭ. എന്തായാലും പുളിന്താനത്തും ഇത്തരത്തിൽ സമാനമായൊരു സാഹചര്യമുണ്ട്. അവിടെയും വിശ്വാസികളും അതുപോലെ പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് സന്നാഹം വീണ്ടും പള്ളി ഏറ്റെടുക്കാനായി എത്തിയത്. എന്നാൽ വിശ്വാസികൾ വലിയ രീതിയിൽ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ്. എന്തായാലും വലിയ രീതിയിലൊരു പോലീസ് സന്നാഹം പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പുളിന്താനം പള്ളിയിലും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്നാൽ നിലവിൽ വിശ്വാസികളും പോലീസും ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. അർച്ചന, ഫയർഫോഴ്സ് അടക്കം അവിടെ എത്തിക്കൊണ്ടുള്ള ഒരു പൂട്ട് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലൊക്കെ കടക്കുകയാണല്ലേ? തീർച്ചയായും അഞ്ജന, രാവിലെ മുതൽ ഫയർഫോഴ്സും അതുപോലെ പോലീസിന്റെ വലിയൊരു സംഘവും ഇവിടെ എത്തിയിരുന്നു. മുഴുവന്നൂർ പള്ളിക്ക് രാവിലെ തന്നെ സമീപത്ത് എത്തിയിരുന്നു. ഇപ്പോഴാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചത്. തുടർന്നാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഗേറ്റ് പൊളിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ വിശ്വാസികളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ വിശ്വാസികൾ പിന്നോട്ട് പോകില്ലെന്നും അകത്തേക്ക് കടത്തിവിടില്ലെന്നും ഉറച്ച നിലപാടെടുത്തതോടെയാണ് പോലീസിന് പൂട്ടുപൊളിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ പൂട്ടുപൊളിച്ച് വീണ്ടും വിശ്വാസികൾ ഇത്തരത്തിൽ ചങ്ങലയിട്ട് വീണ്ടും ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ അടുത്ത നടപടിയിലേക്ക് ാണ് പോലീസിന്റെ നീക്കം. എന്തായാലും വിശ്വാസികൾ ഇതിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് ഉറച്ച നിലപാടെടുക്കുകയാണ്. തങ്ങളുടെ ജീവൻ പോയാലും പള്ളിക്കകത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ പള്ളി ഏറ്റെടുക്കാനോ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വിശ്വാസികൾ. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ പോലീസ് എത്തി പള്ളി ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്നും അതുപോലെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ബലം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായപ്പോൾ ഇതിൽ നിന്നും പിന്മാറി പോലീസ് പോകുകയായിരുന്നു. എന്തായാലും സർക്കാർ കോടതിയെ അറിയിച്ചത് പ്രധാനമായും ഈ ബലം പ്രയോഗിച്ചു അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമോ ഉള്ള രീതിയിൽ ഇത്തരത്തിൽ പള്ളി ഏറ്റെടുക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നത്. അതോടെ തന്നെ ഈ ഇത്തരത്തിൽ ബലം പ്രയോഗിക്കാതെ തന്നെ പോലീസ് ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്. എന്നാൽ ഇപ്പോൾ കോടതിയുടെ കർശന നിർദ്ദേശം ഈ മാസം 25-നകം എന്തായാലും ഈ പള്ളി ഏറ്റെടുത്ത് ാണ് പ്രധാനമായും ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്നാണ് പ്രധാനമായും കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കർശനമായ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ പോലീസ് എത്തിയത്. ഇപ്പോഴും ഇവരുമായി ചർച്ച ചെയ്യുകയാണ് അവർ. എന്നാൽ ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ലെന്ന അർച്ചന, പക്ഷേ കോടതി വിധിയുള്ള ഒരു ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കോടതി വിധിയുണ്ട്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ കോടതി വിധിയുണ്ട്. കോടതി വിധി പ്രകാരമാണ് ഇത് 25-ാം തീയതിക്കുള്ളിൽ പള്ളി വിട്ടു നൽകണമെന്ന കോടതി വിധി വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അതിലെന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് മേൽക്കോടതിയെ സമീപിക്കുക, അപ്പീൽ നൽകുക, അങ്ങനത്തെ അത്തരം നടപടികളിലേക്ക് കടക്കുകയല്ലേ ഉചിതം. ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഇത് ഏത് തരത്തിലാണ് അവർക്ക് അനുകൂലമാകുക? കാരണം സർക്കാരൊക്കെ ആദ്യം ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് ഈ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, വിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് എന്തായാലും ബലപ്രയോഗം നടത്തരുത് എന്നൊക്കെ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്?
ഇതിനാൽ സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഓർത്തഡോക്സ് യാക്കോബായ സഭയുടെ എല്ലാ പള്ളികളിലും ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയാണ്. ഇതാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ട് സർക്കാരിനോട് പോലീസിനോടും ഇത്തരത്തിൽ പള്ളി ഏറ്റെടുക്കണമെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമില്ല. ഇതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ് പള്ളി കൈമാറണമെന്നത്. ഇത് അന്തിമ വിധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നടപ്പിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. എന്നാൽ സർക്കാരിന് ഇവർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാക്കോബായ സഭ വിശ്വാസികളും അതുപോലെ ഇതിൻ്റെ സഭാ നേതൃത്വവും സർക്കാരിനെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ പ്രധാനമായും നിയമനിർമ്മാണം കൊണ്ടുവരാനായിരുന്നു മുൻകൂട്ടി കണ്ടിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നിലവിൽ കടക്കാനുള്ള ഒരു നീക്കം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആ ആശങ്കയിലും ആണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചത്. കാരണം സുപ്രീം കോടതി വിധി ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിലൊരു നിയമനിർമ്മാണം കൊണ്ടുവരുന്ന സാഹചര്യം തെറ്റാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് നീങ്ങാത്തത്. എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായ കാര്യം വിശ്വാസികളെ ബാധിക്കുന്ന തരത്തിൽ, അതായത് വിശ്വാസികളെ ബലം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങരുത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പോലീസിന് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പുളിന്താനം പള്ളിയിൽ ഇത്തരത്തിൽ പള്ളി ഏറ്റെടുക്കാനെത്തിയ പോലീസുകാരും വിശ്വാസികളും തമ്മിൽ വലിയ രീതിയിലൊരു സംഘർഷം ഉണ്ടാകുകയും തുടർന്ന് പലർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല കുട്ടികളും കുഞ്ഞുങ്ങളും അതുപോലെ സ്ത്രീകളുമാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഇത് ഇവിടെ കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു നീക്കം നടത്തരുതെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇതിൽ നിന്നും പിന്മാറേണ്ട ഒരു സാഹചര്യം വന്നത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 25-നോടകം ഈ പള്ളി ഏറ്റെടുത്ത് നൽകി. ഇതാണ് ഇപ്പോൾ ഇത്തരത്തിൽ അടുത്ത നടപടികളിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും വിശ്വാസികൾ ഇപ്പോഴും ഇവിടെ നിന്ന് പോലീസിനോട് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുകയാണ്. ചർച്ച നടത്തിയിട്ടും അവർ പിന്നോട്ട് പോയിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ എത്തിയ വിശ്വാസികളാണ് ഇന്നലെ രാത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പള്ളി വിട്ട് നൽകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് യാക്കോബായ സഭ കടക്കുന്നു. അതിന്റെ പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്നു. പോലീസൊക്കെ ഇവിടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.